കർണാടകയിൽ വോട്ടെടുപ്പ് തുടരുന്ന പോളിംഗ് ശതമാനം 50% കടന്നു. പ്രമുഖ നേതാക്കളെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി. എക്സിറ്റ് പോൾ വിവരങ്ങൾ പുറത്തുവരികയാണ്. കമലേഷ് ചേരുന്നു. കമലേഷ്, കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ടോ എക്സിറ്റ് പോൾ റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട്? കമലേഷ്, കേൾക്കാമെങ്കിൽ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിനാണ് കൂടുതൽ വിജയശതമാനം. എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ദേവിക, തീർച്ചയായും ഈ വോട്ടെടുപ്പ് ആരംഭിച്ചതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴെല്ലാം പറഞ്ഞിരുന്നത് ഈ BJP ഭരണത്തിൽ വലിയൊരു ഭരണവിരുദ്ധ വികാരം അലയടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിശകലനമാണ് പൊതുവെ ഉയർന്നു വന്നത്. ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. 5 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 3 എണ്ണത്തിലും കോൺഗ്രസിന് മേൽക്കൈ നേടാനാകും എന്ന പ്രവചനമാണ് നടത്തുന്നത്. ഇതിൽ 2 സർവേകളാണ് കൃത്യമായി മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുന്ന ഒരു മെജോറിറ്റി ഏതെങ്കിലും ഒരു കക്ഷിക്ക് ലഭിക്കും എന്ന് പറയുന്നുള്ളൂ. ബാക്കി 3 എണ്ണത്തിലും തൂക്ക് സഭയ്ക്ക് സാധ്യത എന്ന നിലയിലാണ് ഇതിൻ്റെ ഒരു പ്രവചനം വന്നിട്ടുള്ളത്. ഇതിൽ ന്യൂസ് നാഷൻ, CGS, അതുപോലെ തന്നെ റിപ്പബ്ലിക് TV, PMark, സുവർണ ന്യൂസ്, TV9, സി ന്യൂസ്, ഈ 5 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 3 എണ്ണത്തിലും കോൺഗ്രസിന് മേൽക്കൈ നേടാനാകും എന്ന തരത്തിലുള്ള പ്രവചനമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൻ്റെ കണക്കുകൾ, ഒരു ഏകദേശ കണക്കുകൾ ഈ പറഞ്ഞ പ്രകാരം ഞാൻ പറയുകയാണ്. ഈ ന്യൂസ് നേഷൻ പറയുന്നത്, ന്യൂസ് നേഷനും അതുപോലെ തന്നെ സുവർണ ന്യൂസുമാണ് BJPക്ക് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ BJP കേവല ഭൂരിപക്ഷം നേടും എന്ന നിലയിലേക്കുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ റിപ്പബ്ലിക് TV പോലും പല ഘട്ടങ്ങളിലും BJPക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ പോലും റിപ്പബ്ലിക് TV അടക്കം കോൺഗ്രസിന് ഇതിൽ മേൽക്കൈ നേടാനാകുമെന്ന പ്രവചനം നടത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമായി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക. ഇതിൽ റിപ്പബ്ലിക് TV പറയുന്നത് BJP 85 മുതൽ 100 സീറ്റുകൾ വരെ നേടും എന്ന പ്രവചനമാണ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം 94 മുതൽ 108 സീറ്റ് വരെ കോൺഗ്രസിന് നേടാനാകും എന്ന് പറയുന്നു. പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസിന് എത്താനാകില്ല എന്ന ഒരു പ്രവചനമാണ് ഇതിലൂടെ വരുന്നത്. അതുപോലെ തന്നെ JDS ഒരു നിർണായക ഘടകമായി ഇവിടെ മാറുകയാണ്. 24 മുതൽ 32 വരെ സീറ്റുകൾ റിപ്പബ്ലിക് TVയുടെ പ്രവചന പ്രകാരം JDS കർണാടകത്തിൽ നേടുന്നു എന്ന നിലയിലേക്കുള്ള പ്രവചനം തന്നെയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ന്യൂസ് നേഷൻ അതേസമയം BJPക്ക് അനുകൂലമായാണ് ഒരു പ്രവചനം പുറത്തുവിടുന്നത്. 114 സീറ്റുകളിൽ BJP മേൽക്കൈ നേടും എന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. കോൺഗ്രസ് 86 ചുരുങ്ങും. അതുപോലെ തന്നെ 21 സീറ്റിലേക്ക് JDSഉം വരുന്നു. അതുപോലെ TV9 കൃത്യമായി പറയുന്നത് 99 മുതൽ 109 സീറ്റുകളിലേക്ക് വരെ കോൺഗ്രസിന് മേൽക്കൈ നേടാനാവും, അല്ലെങ്കിൽ കോൺഗ്രസ് വിജയിക്കാൻ സാധിക്കും, ഇത്രയും സീറ്റുകൾ കോൺഗ്രസിന് പിടിക്കാനാവും എന്ന നിലയിലുള്ള പ്രവചനമാണ് വരുന്നത്. 98 സീറ്റ് വരെ TV9 BJPക്കും കൽപ്പിച്ചിരിക്കുന്നു. 21 മുതൽ 26 വരെ സീറ്റുകൾ JDS നേടുമെന്ന തരത്തിലുള്ള പ്രവചനവും വരുന്നു. സി ന്യൂസും സമാനമായ തരത്തിൽ, ഇതിൽ സി ന്യൂസ് ആണ് കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും എന്ന നിലയിലുള്ള ഒരു പ്രവചനം നടത്തിയിട്ടുള്ളത്. 103 മുതൽ 118 വരെ സീറ്റുകളിൽ കോൺഗ്രസിന് ജയിക്കാനാവും എന്ന പ്രവചനം സി ന്യൂസ് നടത്തുന്നു. അതേസമയം 79 മുതൽ 94 വരെ സീറ്റുകളിൽ സീറ്റുകൾ BJPക്ക് ലഭിച്ചേക്കാം എന്ന തരത്തിലുള്ള പ്രവചനമാണ് വരുന്നത്. 25 മുതൽ 33 വരെ സീറ്റുകൾ JDSഉം നേടിയേക്കും എന്ന തരത്തിലുള്ള പ്രവചനം വരുന്നു. ഇപ്പോൾ ആന്റണി കൂടെയുണ്ട്. ആന്റണി, ഇതിൻ്റെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്താണ് ഒരു ചിത്രം, എന്താവും വരിക എന്ന തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ? തീർച്ചയായും നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ BJPക്ക് ഒരു ഭരണവിരുദ്ധ വികാരം ഏൽക്കേണ്ടി വരുന്നു, കോൺഗ്രസ് ശക്തമായ ഒരു തിരിച്ചുവരവിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ
കമലേഷ്, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് നടന്ന ആ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ തുടക്കം തന്നെ കോൺഗ്രസിന് ഒരു മേൽക്കൈ പ്രവചിച്ചിരുന്നു. പ്രീ പോൾ സർവേകളിൽ ഉൾപ്പെടെ കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ വന്ന ഈ ഫലങ്ങളിലും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കോൺഗ്രസിന്റെ മേൽക്കൈ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ റിപ്പബ്ലിക് ടിവിയുടെ പറയുന്നത് കോൺഗ്രസിന്റെ വോട്ട് ശതമാനം ഉയരുമെന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. റിപ്പബ്ലിക് ടിവി പറയുന്നത് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നത് 36% വോട്ടായിരിക്കും ലഭിക്കുക. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 36.35% അതായത് 3.5% കുറഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസിന് ഇത്തവണ 40% വോട്ടുകൾ ലഭിക്കുമ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ചത് 38.14%. കഴിഞ്ഞ തവണ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയിരുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഈ വോട്ട് ശതമാനത്തിൽ ഒരിക്കലും കുറവ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇത്തവണയും ആ ഒരു വർധനവ് കൃത്യമായി തന്നെ ഏതാണ്ട് 2% മുകളിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചു. JDSന് വോട്ട് വിഹിതം കുറയുന്ന കാഴ്ചയാണ് ഈ റിപ്പബ്ലിക് ടിവി പ്രവചിക്കുന്നത്. 18.3% കഴിഞ്ഞ തവണ വോട്ട് നേടിയ കോൺഗ്രസ് JDS ഇത്തവണ നേടിയത് വെറും 17% കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന്റെ വോട്ട് വിഹിതത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് മേഖല തിരിച്ചുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കർണാടകയിലും കോൺഗ്രസിന് വലിയ മേൽക്കൈ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ബംഗളൂരു നഗരത്തിൽ കഴിഞ്ഞ തവണ BJP അവിടെ വലിയ രീതിയിൽ മുന്നേറിയ ഒരു മേഖലയാണ് ഈ ബംഗളൂരു അർബൻ മേഖല. 28 സീറ്റുകളാണ് അവിടെ ഉള്ളത്. 28 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 2018 BJP അവിടെ നേടിയത് 14 സീറ്റുകളാണ് ലഭിച്ചത്. കോൺഗ്രസിന് 12 സീറ്റുകൾ. ഇത്തവണ അത് കോൺഗ്രസിന്റെ മേൽക്കൈയാണ് ഈ ബംഗളൂരുവിൽ ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 17 സീറ്റുകൾ അവിടെ ലഭിക്കും. BJP 10 സീറ്റുകളിലേക്ക് താഴും. 2 സീറ്റുകൾ കഴിഞ്ഞ തവണ മേടിച്ച JDS ഇത്തവണ 1 സീറ്റിലേക്ക് താഴും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യ ടുഡേയുടെ പ്രവചനത്തിൽ. അതുപോലെ തന്നെ തീരദേശ കർണാടകയിലും കോൺഗ്രസിൻ്റെതായ ഒരു മേൽക്കൈ പ്രവചിക്കുന്നുണ്ട് ടൈംസ് നൗ. അത്തരത്തിൽ ഒരു മുന്നേറ്റം കോൺഗ്രസിന് പ്രവചിക്കുകയാണ് നിലവിൽ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ റിപ്പബ്ലിക് ടിവിയുടെ സർവേ അവർ വിവിധ തലങ്ങളിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ ഈ കമ്മീഷൻ സർക്കാർ എന്നൊരു ആരോപണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഈ പോളിംഗിൽ വോട്ടെടുപ്പിൽ അത് നിർണായകമായ ഒരു ഫലമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പബ്ലിക് ടിവിയുടെ ഒരു ഫലത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ കർണാടക നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ വികസന പ്രശ്നങ്ങൾ അതെല്ലാം കോൺഗ്രസിന്റെ വോട്ട് ആയി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം റിപ്പബ്ലിക് ടിവിയുടെ സർവേയിൽ പറയുന്നു. മറ്റ് സർവേകൾ അവരുടെ ഓരോ മേഖലയിലേക്ക് വരികയാണ്. ഏതായാലും വ്യക്തമായൊരു മേൽക്കൈ കോൺഗ്രസിന് ഇത്തവണ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്താണ് വോട്ടർമാർ നൽകിയിരിക്കുന്ന ഒരു ഫലം എന്നുള്ളത് 13-ാം തീയതിയാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ആ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞ ആ ഒരു മേൽക്കൈ ഇത്തവണയും ഒരു നേരിയ മേൽക്കൈ എന്നുള്ള പക്ഷേ ഒരു 136 സീറ്റുകളിലേക്കൊക്കെ എത്തും കോൺഗ്രസ് എന്ന് ആദ്യഘട്ടത്തിലൊക്കെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കോൺഗ്രസിനൊരു മേൽക്കൈ BJPയേക്കാൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്റണി, അതോടൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കമലേഷ് കേൾക്കാമെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ് വിജയിച്ചാൽ പോലും ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇനി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മറികടന്നുകൊണ്ട് BJP വിജയിച്ചാൽ പോലും ഒരു തൂക്ക് മന്ത്രിസഭ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും ഒരു കിങ് മേക്കറായി JDS കുമാരസ്വാമിയുടെ JDS മാറിയെന്നല്ലേ? കാരണം അവർ 207 മണ്ഡലങ്ങളിൽ മാത്രമേ മത്സരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 16 മണ്ഡലങ്ങളിൽ അവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് വന്നതെന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കില്ലേ? ദേവിക, തീർച്ചയായും ആ നിലയിൽ തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യത തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പ്രവചിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ JDS ആണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു ശക്തിയായി മാറുക. നേരത്തെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും ഈ ഘട്ടത്തിൽ JDSനൊപ്പം ചേർന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അല്പം കൂടി ഒരു മുന്നേറ്റം JDSന് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഘട്ടത്തിലാണ് കുമാരസ്വാമിക്ക് മുഖ്യമന്ത്രിയായി വരെ അവിടെ വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്. ഈ
തെരഞ്ഞെടുപ്പിലും സമാനമായത്. അതായത് BJP-ക്കൊപ്പം നിൽക്കണമെങ്കിൽ അങ്ങനെയും കോൺഗ്രസിനൊപ്പം നിൽക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് JDS വരുന്നു എന്ന് തന്നെയാണ്. ഈ രണ്ട് കക്ഷികൾക്കും കൃത്യമായ ഒരു മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ JDS-ന്റെ സഹായം ആവശ്യമായി വന്നേക്കും എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദേവിക. അതോടൊപ്പം പ്രധാനപ്പെട്ട, നേരത്തെ ആന്റണി സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കർണാടകയെ സംബന്ധിച്ച് ഒരു വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം BJP-ക്ക് എതിരായി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് കൃത്യമായി വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് വേണം കരുതാൻ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായി വരികയാണെങ്കിൽ. അതായത് നേരത്തെ ആന്റണി സൂചിപ്പിച്ചു 40% റിപ്പബ്ലിക് TV-യുടെ പ്രവചനം പ്രകാരം കോൺഗ്രസിന് ലഭിക്കുന്ന വോട്ട് വിഹിതം അല്ലെങ്കിൽ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 40 അതേസമയം 36 BJP-ക്ക്, 17% JDS-നുള്ളത്. നേരത്തെ 17.6% JDS-ന്. ഇതിൽ നിന്നും പുറകോട്ട് പോവുകയാണ് JDS ചെയ്യുന്നത്. അതുപോലെ തന്നെ 36.3 BJP-ക്ക്. അവിടെ നിന്നും താഴോട്ട് പോവുകയാണ് BJP-യുടെ വോട്ട് ശതമാനം. എന്നാൽ ഈ രണ്ട് കക്ഷികളെയും വെച്ച് കോൺഗ്രസിനാണ് ഈ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. 2% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ, വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ആ നിലയിൽ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കർണാടകയിൽ സാധിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. ഈ ഘട്ടത്തിൽ ഈ പ്രവചനങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദേവിക. കമലേഷ്, അതോടൊപ്പം തന്നെ ഈ എക്സിറ്റ് പോൾ വിവരങ്ങൾ ശരിയായി വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടവും BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടവുമാണ് ഉണ്ടാകുന്നത്. കാരണം സൗത്ത് ഇന്ത്യയിൽ കർണാടക പോലൊരു സംസ്ഥാനത്തിൽ മാത്രമായിരുന്നു BJP-ക്ക് ഒരു അധികാരമുണ്ടായിരുന്നത്. എന്നാൽ അത് ഇതോടുകൂടി നഷ്ടപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം തന്നെ ഏകോപിപ്പിച്ച് കൊണ്ടുവരിക എന്നൊരു നീക്കം നടക്കുന്നുണ്ട്. ഇതിൽ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ ശരിക്കും കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ പോലും സാധിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ നിലവിലുള്ളത്? ദേവിക, തീർച്ചയായും കർണാടകയിലെ ഇലക്ഷനെ സംബന്ധിച്ച് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിന് അല്പം കൂടി ശക്തി ആർജിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ ഇത്തരമൊരു വിജയമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമായിരിക്കും. കോൺഗ്രസിന് കൂടുതൽ ശക്തി പകരുന്ന ഒരു ഘടകമായി ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ മാറിയേക്കുമെന്ന് തന്നെയാണ്. ദേവിക സൂചിപ്പിച്ചതുപോലെ സൗത്ത് ഇന്ത്യയിൽ, അതായത് ദക്ഷിണേന്ത്യയിൽ എവിടെയും കോൺഗ്രസിന് ഇപ്പോൾ ഒരു സ്വാധീനമില്ലാത്ത സാഹചര്യമുണ്ട്. കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും അതുപോലെ തന്നെ ആന്ധ്രയിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും എല്ലാം സൗത്ത് ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കർണാടകത്തിലെങ്കിലും കോൺഗ്രസിന് കൃത്യമായ ഒരു മേധാവിത്വം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കേണ്ടതുണ്ട് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു കാര്യം തന്നെയാണ്. BJP-യുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. BJP-ക്കും ദക്ഷിണേന്ത്യയിൽ വലിയ സ്വാധീനമില്ലാത്ത സാഹചര്യമുണ്ട്. കർണാടകത്തിൽ മാത്രമാണ് ഇപ്പോൾ BJP അധികാരത്തിലിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം വലിയ സ്വാധീനമുണ്ടാക്കാൻ BJP-ക്ക് സാധിക്കാത്ത സാഹചര്യമുണ്ട്. BJP-യെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് കർണാടക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആന്റണി, കേൾക്കാമെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ശരിക്കും വിജയിച്ചു എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ വിജയം കോൺഗ്രസിന് സുനിശ്ചിതം എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ജനങ്ങളിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു കർണാടകത്തിലെ തിരഞ്ഞെടുപ്പ് റാലികളും മറ്റും, അല്ലെങ്കിൽ പ്രചരണ റാലികളും മറ്റും നേതൃത്വത്തോടുകൂടി വഹിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ BJP-യുടെ എല്ലാ ശ്രമങ്ങളും ഇവിടെ അവസാനിക്കുന്നു എന്ന തരത്തിൽ തന്നെയല്ലേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നാം കാണേണ്ടത്? പറയാൻ കഴിയില്ല ദേവിക. 113 സീറ്റുകളാണ് ഈ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 224 അംഗ കർണാടക നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 113 സീറ്റുകളാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ആരും തന്നെ അത്തരത്തിലൊരു ഒരു പ്രവചനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ 113 സീറ്റുകളിലേക്ക്, ഈ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിലേക്ക് ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം സി ന്യൂസ് മാട്രിക്സിന്റെ സർവേയിൽ കോൺഗ്രസിന് 118 സീറ്റ് പ്രവചിക്കുന്നുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയുള്ള സീറ്റുകളിൽ പലതിലും 112 സീറ്റ് വരെയൊക്കെ
വരെയൊക്കെയാണ് മാക്സിമം പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തൂക്ക് സഭ എന്നുള്ളത് തന്നെയാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ തൂക്ക് സഭ വന്നു കഴിയുമ്പോൾ ഈ കിങ് മേക്കർ ആകാൻ പോകുന്നത് JDS ആണ്. JDSന്റെ സീറ്റുകളുടെ ഒരു സ്ഥിതി എന്താണ് എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. കാരണം JDS തന്നെയായിരിക്കും അധികാരം ആർക്കൊപ്പം നിൽക്കുന്നു അവർക്കൊപ്പം JDS ചേർന്നേക്കും എന്നുള്ളത് തന്നെയാണ്. അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു JDS എപ്പോഴും കിങ് മേക്കർ ആണ് എന്നുള്ള കാര്യം. HD കുമാരസ്വാമി ഉൾപ്പെടെ അക്കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഒരു കോൺഗ്രസിനോട് ഇഞ്ചോടിഞ്ച് ആയ ഒരു ഫലത്തിലേക്കാണ് BJP എത്തുന്നതെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിന് മറിച്ച് JDSന്റെ പിന്തുണയോടുകൂടി BJPക്ക് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് കർണാടക നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ കണ്ടതാണ്. അവിടെ ഈ കുതിര കച്ചവടത്തിന്റെയും റിസോർട്ട് രാഷ്ട്രീയത്തിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ്. സ്വാഭാവികമായും അത്തരം റിസോർട്ട് രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തമായൊരു മേൽക്കൈ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ JDSന്റെ നിലപാടാണ് പ്രധാനമാവുക. അത് ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യ ടുഡേയുടെ സർവേയിൽ മേഖല തിരിച്ചുള്ള ഒരു ഫലം വരുന്നത് ഈ തീരദേശ കർണാടകയിലാണ്. തീരദേശ കർണാടക കഴിഞ്ഞ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു മേഖല തന്നെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ആ മേഖലയിൽ കിട്ടിയത് 21 സീറ്റുകളാണ്. BJPക്ക് 15 സീറ്റുകൾ, അതുപോലെ തന്നെ JDSന് 4 സീറ്റുകൾ കിട്ടി. പക്ഷേ ഇത്തവണ അവിടെ കോൺഗ്രസ് 32 സീറ്റുകളിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് തീരദേശ കർണാടകയിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. BJP 15-ൽ നിന്ന് 7-ലേക്ക് താഴുമെന്ന് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നു. JDSന്റെ സർവേയിൽ JDS 4-ൽ നിന്ന് 1 സീറ്റിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി ഓരോ ഫലങ്ങളും ഇങ്ങനെയാണ്. ABP ന്യൂസ് സീ വോട്ടർ സർവേ പറയുന്നത് BJPക്ക് 83 മുതൽ 95 സീറ്റുകൾ വരെ, കോൺഗ്രസിന് 100 മുതൽ 112 സീറ്റ് വരെ. 112 സീറ്റാണ്, 113 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. JDSന് 21 മുതൽ 29 സീറ്റ് വരെ ഈ ABP സീ വോട്ടർ സർവേ പറയുന്നു. അതുപോലെ തന്നെ ന്യൂസ് നേഷൻ CGS ആണ്, അവരാണ് കൃത്യമായി BJPക്ക് ഒരു മേൽക്കൈ, കൃത്യമായൊരു മേൽക്കൈ പ്രവചിക്കുന്നത്. അവർ കേവല ഭൂരിപക്ഷം മറികടക്കും, 114 സീറ്റുകളിലേക്ക് എത്തി ഒറ്റക്കക്ഷിയാവും. കർണാടകയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ന്യൂസ് നേഷൻ CGSന്റെ എക്സിറ്റ് പോളിലുള്ളത്. BJPക്ക് 114 സീറ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് 86 സീറ്റുകൾ, JDSന് 21 സീറ്റ്, മറ്റുള്ളവർക്ക് 3 സീറ്റ് എന്നാണ് ന്യൂസ് നേഷൻ CGS പറയുന്നത്. റിപ്പബ്ലിക് TV മാർക്ക് സർവേ പറയുന്നത് അവിടെ കോൺഗ്രസിനാണ് മേൽക്കൈ. റിപ്പബ്ലിക് ടിവിയുടെ എക്സിറ്റ് പോൾ ഫലത്തിൽ അത് BJPക്ക് 85 മുതൽ 100 സീറ്റുകൾ വരെ ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയുമെന്നുള്ളൊരു ഒരു പ്രവചനമാണ് അവർ നടത്തുന്നതെങ്കിൽ കോൺഗ്രസിന് 94 മുതൽ 108 സീറ്റുകൾ വരെ നേടാൻ കഴിയും. JDSന് 24 മുതൽ 32 സീറ്റുകൾ വരെയും, അതേഴ്സിന് മറ്റ് വിഭാഗത്തിൽ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവർക്ക് 2 മുതൽ 6 സീറ്റുകൾ വരെയും നേടാൻ കഴിയുമെന്ന് റിപ്പബ്ലിക് TV പറയുന്നു. അവരൊരു തൂക്ക് സഭയുടെ സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. എങ്കിലും ഒരു മേൽക്കൈ ഒരുപക്ഷെ JDSനെ കൂട്ടുപിടിച്ചാൽ പോലും ഈ റിപ്പബ്ലിക് ടിവിയുടെ സർവേ പ്രകാരം ഈ പറയുന്ന BJPക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ ചാക്കിട്ടുപിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളത് TV9 ഭാരത് വർഷ പോൾ സ്റ്റാർട്ട് സർവേ ആണ്. അവർ പറയുന്നത് 88 മുതൽ 98 സീറ്റ് വരെ BJP, കോൺഗ്രസിന് 99 മുതൽ 109 സീറ്റുകൾ വരെ, JDSന് 21 മുതൽ 26 സീറ്റുകൾ വരെ, മറ്റുള്ളവർ 4 സീറ്റുകൾ വരെയും നേടും. സി ന്യൂസ് മാട്രിക്സ് സർവേ പറയുന്നത് BJPക്ക് 79 മുതൽ 94 സീറ്റുകൾ അവിടെ ലഭിക്കുമ്പോൾ കോൺഗ്രസ് അവരുടെ ഏറ്റവും വലിയ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒരു ലീഡ് പ്രവചിക്കുന്നത് സി ന്യൂസ് ആണ്. അവിടെ കേവല ഭൂരിപക്ഷമായ 113 കടന്നവർ 118 സീറ്റ് വരെ നേടുമെന്നുള്ളതാണ്. 103 മുതൽ 118 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുന്നു. JDS 25 മുതൽ 33 സീറ്റുകൾ വരെയും നേടി അധികാരത്തിലെത്തുമെന്ന് സി ന്യൂസും പറയുന്നു. ഏതായാലും കോൺഗ്രസിന് ഒരു മേൽക്കൈ പ്രവചിക്കുമ്പോൾ ഭൂരിഭാഗം സർവേകളും ഒരു തൂക്കസഭയുടെ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ഈ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 113 സീറ്റുകൾ എന്ന നിലയിലേക്ക് കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റു കക്ഷികൾക്കോ എത്താൻ സാധിക്കുന്നില്ല. കേവലം 2 സർവേകൾ, സി ന്യൂസ് ആണ് കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നത്, അതുപോലെ തന്നെ BJPക്ക് പ്രവചിക്കുന്നത് ന്യൂസ് നേഷൻ CGS സർവേ 114 സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഒരു തൂക്കസഭയുടെ സാധ്യതകൾ തന്നെയാണ് പ്രവചിക്കുന്നത്. നിലവിൽ അത്തരത്തിൽ ആണ് ഇപ്പോൾ നിലവിൽ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഫലങ്ങൾ സത്യമാവുകയാണെങ്കിൽ സ്വാഭാവികമായും എന്തൊക്കെയാണ് കർണാടകയിൽ അരങ്ങേറാനിരിക്കുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ദേവിക.
കമലേഷ്, അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പ്രമുഖരെല്ലാം തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് രേഖപ്പെടുത്താൻ ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു. നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് എത്തിയത്. മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയും അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് 130 മുതൽ 35 വരെ സീറ്റ് BJPക്ക് ഉറപ്പാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാം പ്രവചനത്തെ മറികടന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് വിജയസാധ്യതയിലേക്ക് എത്താൻ തന്നെ സാധ്യത എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ തന്നെയല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ആ ഘട്ടത്തിൽ തന്നെ ചില പ്രീപോൾ സർവേകൾ പുറത്തു വന്നിരുന്നു. ആ പ്രീപോൾ സർവേകളിലൊക്കെ കോൺഗ്രസിന് ഒരു മേൽക്കൈ പ്രവചിച്ചിരുന്നു. പക്ഷേ അതുപോലെ തന്നെ BJP പ്രധാനമന്ത്രിയെ അടക്കം ഇറക്കി ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പുലർത്തിയിരുന്നു. 10ഓളം റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കർണാടകയിൽ പങ്കെടുത്തത്. 2 റോഡ് ഷോകളിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുത്തു. പ്രത്യേകിച്ച് മൈസൂരു മേഖലയിൽ ഉൾപ്പെടെ JDSന്റെ ഒക്കെ ശക്തി കേന്ദ്രമായ മേഖലയിൽ ഉൾപ്പെടെ റോഡ് ഷോയുമായി മോദി എത്തിയിരുന്നു. അവിടെയൊക്കെ വോട്ടുറപ്പിക്കാനായി മോദി എത്തുന്ന കാഴ്ച കണ്ടിരുന്നു. കഴിഞ്ഞ ഈ പോളിംഗ് ഡേയുടെ തലേ ദിവസം ഇന്നലെ പോലും ട്വിറ്ററിൽ മോദി ഒരു അഭ്യർത്ഥന ഉൾപ്പെടെ നടത്തുന്ന കാഴ്ചയൊക്കെ കണ്ടു. മോദിയെ മുന്നിൽ നിർത്തിയാണ് BJP കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് കർണാടകയിൽ. അതിന്റെ ഒരു ആത്മവിശ്വാസം ഈ കഴിഞ്ഞ BJPക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു മേൽക്കൈ അതുകൊണ്ട് തന്നെ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം BJPക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേതാക്കൾ എല്ലാം പറഞ്ഞത് അത് തന്നെയാണ്. തുടക്കം മുതൽ തന്നെ BJP തുടർഭരണം നേടാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ കോൺഗ്രസിന് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ ആ ഘട്ടത്തിൽ തുടക്കം മുതൽ തന്നെ അവർക്ക് കഴിഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൃത്യമായി തന്നെ നടപ്പാക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. ആദ്യം 124 സീറ്റുകളിലേക്ക് പ്രഖ്യാപനം നടത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തർക്കമുണ്ടായിരുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നത് ഈ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ DK ശിവകുമാറും തമ്മിൽ അധികാര തർക്കങ്ങളിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്കയും അത് കോൺഗ്രസിന്റെ ഫലങ്ങളെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും. കർണാടക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിനാണ് കൂടുതൽ വിജയസാധ്യത പറയുന്നതെങ്കിൽ പോലും തൂക്കുസഭ വരാനാണ് കൂടുതൽ സാധ്യതയെന്ന ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വോട്ടെടുപ്പിനിടെ കർണാടകയിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. വിദാറിലെ ബാൽഖി മണ്ഡലത്തിലെ ബിരിഗെ ഗ്രാമത്തിലാണ് സംഭവം. പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചെന്നാണ് ആരോപിച്ച് BJP പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. രോഷാകുലരായ BJP പ്രവർത്തകർ ഉദ്യോഗസ്ഥർക്കെതിരെ ബഹളം വച്ചു. തുടർന്ന് കോൺഗ്രസ് BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയതോടെ 1 മണിക്കൂറോളം പോളിംഗ് നിർത്തിവെച്ചു.